Hello dear students, good morning all of you. Yesterday we discussed the differences between auditing and bookkeeping. We know that bookkeeping means recording the transactions in the accounts of, that is in the statements of journal, ledger, etc. Okay. And auditing here means the verification and analysis of financial statements, and on the basis of verification the auditor will submit an audit report to the proprietors. It is called auditing. Okay, then today we are discussing the differences between auditing and accountancy, that is auditing and accounting. We know that വാട്ട് ഈസ് അക്കൗണ്ടിങ് നമ്മൾ +1 മുതൽ പഠിക്കൽ തുടങ്ങിയതാണ് അല്ലേ. +1 ജോയിൻ ചെയ്ത മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് അക്കൗണ്ടിങ്. അന്ന് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഇല്ല അല്ലേ. എല്ലാവർക്കും എന്താ അറിയാം? അക്കൗണ്ടിങ് അറിയാം. ഓക്കെ, അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ കുറേ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ദെൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ entering in the trial balance, then preparation of profit and loss accounts are there, and preparation of balance sheet is there. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഈസ് ദർ. ഒരു ബിസിനസ്സിനകത്ത് ഒരുപാട് അല്ലേ, എ ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ അറൈസിങ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ, ആൻഡ് ഓൾ ദീസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി പ്രോപ്പർ അക്കൗണ്ട്സ് ഓർ ഇൻ ദി പ്രോപ്പർ ജേർണൽസ്. സോ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ദർ, ആൻഡ് classification of transactions are there on the basis of nature of the transaction. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ സമ്മറൈസേഷൻ ഈസ് ദർ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മറൈസേഷൻ ചെയ്യുന്നുണ്ട്. അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ദർ. അനാലിസിസ് നടത്തുന്നുണ്ട്. ആൻഡ് വി ആർ ഗെറ്റിംഗ് സം റിസൾട്ട് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ്, ആൻഡ് ദാറ്റ് റിസൾട്ട് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റബിലിറ്റി, ഓക്കെ, ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ആ പ്രോഫിറ്റബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്, ദാറ്റ് ഈസ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. Interested parties may be owners, then shareholders, customers, government, suppliers, financial institutions, etc. All these parties are interested to know the financial position or profitability of the organizations. അപ്പോൾ ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ നമ്മുടെ ഓർഗനൈസേഷനുമായി കോണ്ടാക്റ്റ് ഉള്ളത്, അവർക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ദ എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ്, ക്യാഷ് മെമ്മോസ്, എവിഡൻസസ് എക്സെട്ര. ഒരു ഓഡിറ്ററുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള എല്ലാ എവിഡൻസുകളെയും, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെയും ഓഡിറ്റർ എന്ത് ചെയ്യാണ്? വെരിഫിക്കേഷൻ ചെയ്യാണ്. ദെൻ കറക്റ്റ്, ദാറ്റ് ഈസ് ഡീപ്പ് സ്ക്രൂട്ടിനി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദർ. വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ഡീറ്റെയിൽഡായി, ഡീപ്പായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രൂട്ടിനി നടത്തുന്നുണ്ട്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് വെരിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഹി വിൽ ഗെറ്റ് ഓർ ഹി വിൽ ഫൈൻഡ് ഔട്ട് any problems or any malpractices or any frauds which are arised in the organization. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തെങ്കിലും മാൽപ്രാക്ടീസസോ മിസ്റ്റേക്സോ നടന്നിട്ടുണ്ടോ, അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഹി വിൽ ഗെറ്റ്. And finally he will suggest some options also, and at the same time he will prepare the report and it will be submitted to the owners of the business. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് വരുന്ന അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ
Now we are discussing what are the differences between auditing and accounting. ഓക്കെ, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുക്ക് കീപ്പിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു അല്ലേ. ബുക്ക് കീപ്പിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജേർണലൈസിങ് ഉണ്ട്, ദെൻ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്, ടോട്ടലിംഗ് ഉണ്ട്, ബാലൻസിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്നത്. ഇനി ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലെഡ്ജർ പോസ്റ്റ് ചെയ്ത് ബാലൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് വിൽ ബി സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെല്ലാം ഏതിനകത്താണ്? അക്കൗണ്ടിങ്ങിനകത്താണ്. സോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യും? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് വിൽ ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ് വേർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. അതായത് അക്കൗണ്ടിങ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ എന്ത് സ്റ്റാർട്ടാവും? നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാർട്ടാവും. വി നോ ദാറ്റ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ് ആൻഡ് വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് വിൽ ബി എൻറ്റേർഡ്. And at this point auditing will be started. ഓക്കെ ആണോ? എവിടെയാണോ അക്കൗണ്ടിങ് അവസാനിക്കുന്നത് ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഡിറ്റിംഗ് വിൽ ബി സ്റ്റാർട്ടഡ്. Okay, so the point is that where bookkeeping ends, here the accounting will be started, and at the same time where accounting ends the auditing will be begins. And the second point is that the person who performs the work of accounting is called accountant. ആരാണോ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത് ആ പേഴ്സണിനെ പറയുന്ന പേരാണെന്ത്? അക്കൗണ്ടൻറ്റ്. കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദ പേഴ്സൺ ഹൂ പെർഫോംസ് ദ വർക്ക് ഓഫ് അക്കൗണ്ടിങ് ഹി ഈസ് കോൾഡ് അക്കൗണ്ടൻറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പേഴ്സൺ ഹൂ അണ്ടർടേക്സ് ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഹി ഈസ് കോൾഡ് ഓഡിറ്റർ. നമ്മൾ പറഞ്ഞു അല്ലേ, ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന വ്യക്തിനെ പറയുന്ന പേരാണെന്ത്? ഓഡിറ്റർ. ഓക്കെ, then third point is that for an accountant it is not necessary to pass chartered accountant examination. ഒരു സാധാരണ അക്കൗണ്ടൻ്റ് ആവാൻ എന്തിൻ്റെ ആവശ്യമില്ല? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന CA എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ജനറലി ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് കോഴ്സ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്ത വ്യക്തിക്ക് എന്താവാം? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ജോലി ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു പാസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സാമിനേഷൻ. But in the case of auditing, the auditor must have the degree of CA. ഓക്കെ, ഒരു ഓഡിറ്റർ ആവണമെങ്കിൽ അയാൾ എന്ത് ക്വാളിഫൈഡ് ആയിരിക്കണം? CA ക്വാളിഫൈഡ് ആയിരിക്കണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയ ആൾക്ക് മാത്രമേ ഏത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹി ഷുഡ് ഹാവ് ദ മെമ്പർഷിപ്പ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിലെ മെമ്പർഷിപ്പും കൂടി ഉള്ള ഒരു വ്യക്തിക്ക് ഏത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ രണ്ട് കണ്ടീഷൻസ് ആണ്. ദർ ആർ 2 conditions to become an auditor. First one is that he must hold the CA degree, and the second one is that he should have the membership in the Institute of Chartered Accountants. ഓക്കെ അല്ലേ? ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? ലീഗലി ഒരു ഓഡിറ്ററായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Okay, then next point is that it includes preparation of trial balance, profit and loss account and balance sheet. അക്കൗണ്ടിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് കാര്യങ്ങൾ? There is preparation of trial balance, preparation of profit and loss account and preparation of balance sheet. മെയിനായിട്ടും ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്നത്, നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്നത്. ഓക്കെ, but in the case of auditing, it is concerned with the analytical and critical examination of books of account to find out their accuracy. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് അക്കൗണ്ടുകളൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ, ബാലൻസ് ഷീറ്റിനെയോ P&L അക്കൗണ്ടിനെയോ ട്രേഡിംഗ് അക്കൗണ്ടിനെയോ എല്ലാ അക്കൗണ്ട്സിനെയും എന്ത് ചെയ്യലാണ്? അനാലിസിസ് ചെയ്യുന്നതാണ്.
ക്രിട്ടിക്കൽ സ്ക്രൂട്ടിനി നടത്തുന്നതിന്, ഇവാലുവേഷൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Then next point is that the work of accountants continues throughout the whole financial year. നമുക്ക് എന്ത് പറയാം, ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ജോലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിക്കുന്നത് വരെ ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ത്രൂ ഔട്ട് ദ ഫിനാൻഷ്യൽ ഇയർ ആരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ജോലി ഉണ്ടായിരിക്കും. ഓക്കെ. But in the case of auditing, the work of auditor is undertaken at the closing of the financial year. എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും ക്ലോസിംഗ് ടൈമിൽ മാത്രമേ ഏതുണ്ടാവുള്ളൂ, ഓഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരിക്കുള്ളൂ. പോയിൻ്റ് ഓക്കെ ആണോ? ദ വർക്ക് ഓഫ് ഓഡിറ്റർ ഈസ് അണ്ടർടേക്കൺ അറ്റ് ദ ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ. നമുക്കറിയാം ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർമനൻറ്റ് അല്ലേ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണോ ബിസിനസ് എൻഡ് ചെയ്യുന്നത് അതുവരെ ഏതുണ്ടായിരിക്കും, അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് ഉണ്ടായിരിക്കും. സോ അക്കൗണ്ടിങ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ത്രൂ ഔട്ട് ദ ഇയർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിനകത്ത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ബിസിനസ്സിനകത്ത് ഓഡിറ്ററുടെ സേവനം വരുന്നത് എപ്പോൾ മാത്രമാണ്, അറ്റ് ദ ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ അല്ലേ ഡിഫറൻസ്? ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് അക്കൗണ്ടിങ് ഈസ് എ നെസസിറ്റി. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ നെസസിറ്റി, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ്, ഇൻ ദ ഓൾഡ് കൺസെപ്റ്റ് ദ ഓഡിറ്റിംഗ് വാസ് എ ലക്ഷറി കൺസെപ്റ്റ്. അതായത് ഒരു ലക്ഷറി ആയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഇതിനെ കൺസിഡർ ചെയ്തിരുന്നത്, ഓഡിറ്റിങ്ങിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസോ അതല്ലെങ്കിൽ സാധാരണ ബിസിനസ് മാനോ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിരുന്നില്ല. അതായത് അത് എക്സ്പെൻസ് കൂടിയതാണ്, കുറച്ചും കൂടി ലക്ഷറി കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ഓർഗനൈസേഷൻസ് മാത്രമാണ് അത് എന്ത് ചെയ്തിരുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഫോളോ ചെയ്തിരുന്നത്. ബട്ട് നൗ ഇറ്റ് ഈസ് എ നെസസിറ്റി. ഇപ്പോൾ നമുക്കറിയാം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്തുതന്നെയാണ്, നെസസിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഡിഫറൻസിന് ഇപ്പോൾ പ്രസക്തിയില്ല. അതായത് ഇപ്പോൾ ഓഡിറ്റിംഗ് ആയാലും അക്കൗണ്ടിങ് ആയാലും രണ്ടും എന്തുതന്നെയാണ്, ഇറ്റ് ഈസ് നെസസിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ബട്ട് വെൻ വി ആർ കമ്പയറിംഗ് വിത്ത് ദ ഓൾഡൻ ഡേയ്സ്, ഓഡിറ്റിംഗ് വാസ് എ ലക്ഷറി കൺസെപ്റ്റ് ബട്ട് അക്കൗണ്ടിങ് വാസ് നെസസിറ്റി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡിഫറൻസ് ഇവിടെ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ മിസ് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇതിവിടെ പറയുന്നതെന്ന്. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ അക്കൗണ്ടിങ് എന്താണ്, ഇറ്റ് ഈസ് എ നെസസിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഓഡിറ്റിംഗ് എന്തായിരുന്നില്ല, നെസസിറ്റി ആയിരുന്നില്ല, ഇറ്റ് വാസ് എ ലക്ഷറി കൺസെപ്റ്റ്. ബട്ട് nowadays it is necessity in the organization. That's why I explained this point here. Then next one is that an accountant is a salaried staff and a regular employee and he is an insider to the business. നമുക്കറിയാം ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹി ഈസ് എ സാലറീഡ് സ്റ്റാഫ് അല്ലെ. ബിസിനസ്സിനകത്ത് സാലറി ലഭിക്കുന്ന ഒരു എന്താ പറയുക, മന്ത്ലി ഇൻകം ലഭിക്കുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് ദ റെഗുലർ എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ. മാസത്തിൽ ഒരിക്കൽ വന്നു പോകുന്നത് അതല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന ഒരു എംപ്ലോയി അല്ല. The accountant is a regular employee in the organization. Regular ആയി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ് ഏതെന്ന് പറയുന്നത്, അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹീ ഈസ് ആൻ ഇൻസൈഡർ ടു ദ ബിസിനസ്. അയാൾ എന്താണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസൈഡറാണ്. ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എപ്പോഴും ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇൻറ്റേർണലി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന, അതുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. Okay, he is a salaried staff and he is a regular employee and at the same time he is an insider to the business. And he will get the salary in the organization. Okay, permanent income is there, continuous income is there in regarding an accountant. But in the case of auditing, an auditor is an outsider and he is paid a fixed fee.
നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഓഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹി ഈസ് ആൻ ഔട്ട്സൈഡർ ദാറ്റ് ഈസ് ഹി വിൽ ബി അപ്പോയിൻറ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ അറ്റ് ദ ക്ലോസിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? ഓഡിറ്റർ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് ആൻ ഔട്ട്സൈഡർ ടു ദ ഓർഗനൈസേഷൻ. ഒരിക്കലും എന്തല്ല, ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ അഫയേഴ്സുമായി റിലേറ്റഡ് അല്ലാത്തൊരു വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? ഓഡിറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹി വിൽ ഗെറ്റ് എ ഫിക്സഡ് ഫീ ആസ് റെമ്യൂണറേഷൻ. അയാൾ ചെയ്യുന്ന ആ സർവീസിന് അല്ലെങ്കിൽ ആ വർക്കിന് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് കൊടുക്കും? ഒരു ഫിക്സഡ് ഫീ ആണ് കൊടുക്കുന്നത്. നോട്ട് ഇൻ ദ ഫോം ഓഫ് സാലറി. എന്തല്ല, സാലറിയുടെ ഫോമിലല്ല കൊടുക്കുന്നത്, പകരം ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എന്ത് കൊടുക്കുന്നത്? റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. So auditor is an outsider and he will be appointed for a specific purpose and he will get a fixed fee as remuneration. ഈ 3 പോയിന്റാണ് ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. And next point is that an accountant is not required to submit any report to the proprietors of the business. ഈ പോയിന്റ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഒരു ബുക്ക് കീപ്പർ അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് എന്ത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് ടു ദ ഓണേഴ്സ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് any report to the owners of the organization. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് തന്നെയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഓഡിറ്റർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ പ്രൊപ്രൈറ്റർ ഓഫ് ദി ബിസിനസ്. എന്ത് ചെയ്തിരിക്കണം? ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഈ ഓഡിറ്റർ ബിസിനസ്സിൻ്റെ ഓണേഴ്സിലോട്ട് എന്ത് ചെയ്തിരിക്കണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് വെരിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അയാൾ നടത്തിയ ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെയും സ്ക്രൂട്ടിനി, അതായത് വെരിഫിക്കേഷൻ്റെയും ബേസിസിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഹി മസ്റ്റ് പ്രിപ്പയർ ആൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓണേഴ്സ് ഓർ ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഓക്കെ, so these are the main differences between auditing and accounting. Okay, let's wind up. Accounting begins where bookkeeping ends. Then accountancy ends where auditing begins. Okay, then person is called accountant in the case of accounting, and the person who undertake auditing is called an auditor. Then അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ദ അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് പാസ് ദ CA ഡിഗ്രി പാസ്സാവേണ്ട ആവശ്യമില്ല. ബട്ട് ഫോർ ആൻ ഓഡിറ്റർ ഇറ്റ് ഈസ് കമ്പൽസറി ടു പാസ് CA degree and at the same time he should have the membership in the Institute of Chartered Accountants. Then the main activities or the preparation of trial balance, profit and loss account and balance sheet are included under accounting. And in the case of auditing, here the systematic verification or analysis of financial statements are there. Then the work of accountants are continuing throughout the whole financial year, but the work of auditor, it will be undertaken at the closing of the financial year only. Then accounting is a necessity, but in the case of auditing, in old concept auditing was a luxury, but nowadays it is necessity in the organization. Then accountant is a salaried staff, regular employee, and he is an insider to the organization. But an auditor is an outsider and appointing for a fixed purpose or predetermined purpose, and he will get a fixed fee as remuneration. Then accountant is not required to submit any report to the proprietors of the business, but auditor should prepare an audit report and it should be submitted to the owners of the business. That's all regarding the differences between auditing and accounting. Okay students, if you have any doubt regarding this topic, you can ask with me or discuss with me. Okay, thank you.